കുറേ കുടുംബ കഥകൾ, നമ്മൾ കുടുംബ പശ്ചാത്തലം കഥകൾ സിനിമകൾ ഇപ്പോൾ വന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇത് ഫാമിലിക്കും കാണാം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, ഹൊറർ സിനിമയാണ്, കോമഡി ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വന്ന ഒരു സുമതി വളവാണ്. അത്തരം ഒരു സബ്ജക്റ്റ് പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്, ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാം എന്ന് പറയാൻ അഭിലാഷിന സ്ക്രിപ്റ്റിലെ ഒരു കാമ്പ് എന്തായിരിക്കും? അല്ല, മലയാള സിനിമയുടെ എത്രയോ കാലഘട്ടമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫാമിലി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് വളർന്നു വന്ന ആളാണല്ലോ ഞാനും വിഷ്ണു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും മലയാളികൾ എന്തും നല്ലതിനെ സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നതിന് ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം തന്നെയാണ് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും. അത് പ്രേക്ഷകർ ഞാൻ പ്രേക്ഷകനായിട്ട് സിനിമ ഇപ്പം ഫൈനൽ ഔട്ടുണ്ട് ആളാണ്. എന്നിലെ പ്രേക്ഷകനെ 100% തൃപ്തിപ്പെടുത്തിയ സിനിമയാണ് സുമതികൾ. അപ്പോൾ എനിക്കത് എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിഷ്ണുവിനെ ഞങ്ങളെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരു 100-ലൊരു 75 പേരിലും കാണില്ലേ. അതുകൊണ്ട് ആ പടം വർക്കാവുമെന്നാണ് വിശ്വാസം. മാളികപ്പുറം പോലെ ഒരു സിനിമയ്ക്ക് ഷൂട്ടിംഗ് സമയം കുറേ സമയങ്ങളെടുത്തു, കുറേ ദിവസങ്ങളെടുത്തു. ഒത്തിരി ഈ പറഞ്ഞ പോലെ കല്ലും മുള്ളും അങ്ങനെയുള്ള പാതകളിൽ ചെരുപ്പ് പോലും ഇടാത്ത ഒരു അവസ്ഥ ഉണ്ട്. ഇത് നേരെ കാട്ടിലേക്കുള്ള ഒരു സീനുമായിട്ട് പോകുന്നു. ആ രണ്ട് സീനുകളോട്ട് വ്യത്യാസം മനസ്സിൽ തോന്നിക്കുന്നത് എന്തായിരിക്കും? മാളികപ്പുറത്തിലെ ഷൂട്ട് സമയമെടുത്തില്ല, പെട്ടെന്ന് തീർന്നു. ഇത് കുറച്ച് അത്യാവശ്യം സമയമെടുത്തു. കാടിൻ്റെ സീക്വൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നൈറ്റ് ഷൂട്ട് ഉണ്ടായത് സുമതി വളവിനാണ്. ദൈവത്തിന് പിന്നെ ഒരു വെളിച്ചം. കാട് പിന്നെ ഞങ്ങൾക്കൊരു വീക്ക്നെസ്സാണ്, പിള്ളേച്ചിന് നല്ല വീക്ക്നെസ്സാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇയാൾ എപ്പോൾ പേന എടുത്താലും ഒറ്റയ്ക്ക് വീക്കിയാ പോലെ ഞങ്ങൾ കാട് എനിക്കൊരു വീക്ക്. ഞാൻ ഏത് കഥ പറയുമ്പോഴും വിഷ്ണുടെ അഭിപ്രായം കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു കാട്. വിഷ്ണുടെ നോട്ടം നോക്കും, മാറ്റി പിടിക്കാറായില്ലല്ലോ. അപ്പോ ഫ്രഷ് ആയിട്ട് പറയും, അന്ന് നമുക്ക് ഒരു കാട് തമിഴ്നാട് കേരള ഒരു ബോർഡർ തിരിച്ച് കർണാടക ബോർഡർ. അപ്പൊ മാളികപ്പുറം ആണെങ്കിലും ഇതാണെങ്കിലും നമ്മുടെ പടത്തിന്റെ ആദ്യം ഓപ്പൺ ചെയ്യണത് തന്നെ ഒരു കാടിന്റെ ഷോട്ടായിരിക്കും. മാളികപ്പുറത്തിൽ ഇതിലും അങ്ങനെ തന്നെ, ഇതിലും അത് തന്നെയാണ്. പിള്ളേച്ചന് കാട് ഇഷ്ടമാന്നുള്ളത്. അതെ, അല്ല അത് എന്താ പറയാ, ഇപ്പൊ ഞാൻ എനിക്ക് അധികം നാള് വീട്ടിൽ നിൽക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഈ ബോർഡറൊക്കെ ഷൂട്ട് ചെയ്താലേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള എന്റെ സ്വന്തം സ്ഥലം കോന്നി എന്ന് പറയും, പത്തനംതിട്ട. ഒരു മലയോര ഗ്രാമം, കാടാണ് ഓപ്പോസിറ്റ്. അപ്പൊ ഈ വിഷ്വൽ എപ്പോഴും ഇങ്ങനെ ചെറുപ്പം മുതലേ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ ഇവൻ ചേട്ടാ ബാലുവൊക്കെ എന്ത് പഠിച്ചു? ഇതാ ഞങ്ങളുടെ ചോദ്യം. ഈ കാട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അടുത്ത പടം ഞാനും വിഷ്ണു ഞങ്ങൾ ദുബായിലാണ് ഷൂട്ട് ചെയ്യാൻ. സീരിയസ്ലി ദുബായ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അഭിലാഷ് സാറേ, ദുബായ് പോയി കാട് സെറ്റ് ഇടും പുള്ളി. ഞങ്ങള് ഫുള്ള് ദുബായ് ദുബായിൽ അടുത്ത പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പടം വേറെ പടം കേരളത്തിൽ തന്നെ, അത് കർണാടക ബോർഡർ, തമിഴ്നാട് ബോർഡർ. എവിടെ പോയാലും തിരിച്ചവിടെ ആ കഥയുടെ ഫസ്റ്റ് സീനും കാട് ഓർമ്മയില്ല. മറ്റേത് മിക്കവാറും മരുഭൂമിയായിരിക്കും. പറ്റിച്ചിട്ട് ഞങ്ങളൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് കാട്ടിക്കൊണ്ട് ഷൂട്ട് ചെയ്യും. ഇവരോട്ട് ദുബായ് പോയി വേറെ വല്ല. അതെ, അതേ ചോദിച്ചു. ദുബായ് പോകുമ്പോ ആരൊക്കെ ഉണ്ട്? അല്ല, ഞാൻ ദുബായ് പടത്ത് ഞാനുണ്ട്. അല്ല അഭിലാഷ്, പിന്നെ അഭിലാഷിന് അത് തരാതിരിക്കാൻ പറ്റില്ല. സൗഹൃദം, സ്നേഹം. ഞാൻ അഭിലാഷിനെ ശരിക്കും ഇപ്പൊ ഈ ഇന്റർവ്യൂലായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ സാറേന്ന് വിളിക്കും. സാറേ, അഭിലാഷ് സാറേ, അഭിലാഷ് സാറേ. അല്ല, ഈ പറഞ്ഞ പോലെ ഈ പണി സിനിമയുടെ കാര്യത്തിൽ വന്ന് സുമതികളിലേക്ക് വരുമ്പോൾ, പണി സിനിമ കണ്ട ഒരു വില്ലനെ അല്ലെ സുമതി വെളി കാണുമ്പോൾ ഒരു SI ആയിട്ട് കാണും, ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ വേറെ ആളായിട്ട് കാണും. പണി സിനിമയ്ക്ക് നേരെ തിരിച്ചാ ശരിക്കും. ആ സർപ്രൈസ് 1-ാം തീയതി പുള്ളിയിട്ട്. അതെ അതെ, ഞാൻ വില്ലനാണോ അതോ ഇവരുടെ കൂട്ടുകാരനാണോ, സുമതിയാണോ, ഇതാണോ വില്ലൻ, ഇതൊന്നുമല്ല ഇനി അതാണോ വില്ലൻ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മുതലാളി ഞാനാണെങ്കിൽ ഒരു കാര്യം ഞാൻ കുറപ്പ്, ഈ ആർട്ടിസ്റ്റുകാർക്ക് സുമതി ആരാന്നറിയത്തില്ല ഈ സിനിമ. ഞാൻ ഇന്ന് മറ്റേ നമ്മുടെ സുമതിമാരോട് ആരാ സുമതി ചോദിച്ചോ, അവർക്കറിയത്തില്ലല്ലോ ആരാ സുമതി. എല്ലാരും ഞാനാ സുമതി എന്ന് പറഞ്ഞു. കഥ പറയുമ്പോ ഞാൻ ഈ ആർട്ടിസ്റ്റുകളോടെ ഒരു വല്ലാത്ത ചോദ്യം എഴുതി അഭിലാഷെങ്കിലും അറിയാമോ. ആർട്ടിസ്റ്റുകളോട് കഥ പറയുമ്പോഴേ അർജുനാണ് കഥ മൊത്തം അറിയാവുന്ന ഒരാൾ. ബാക്കി എല്ലാവരുടെയും ഔട്ട്ലൈൻ ഡീറ്റെയിൽഡ് പറയും. ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഞാൻ ഈ ബാക്കി ഉള്ള ആളുകളോട് ഞാൻ പോയിട്ട് പറയും, നിങ്ങളുടെ ക്യാരക്ടർ ഇതാണ്, ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് ഞാൻ പിന്നുള്ളതിനൊരു ഫേക്ക് സ്റ്റോറി പറയും. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ക്ലൈമാക്സ് നിങ്ങളാണ് സുമതി, പറയണ്ട.
മനോജേട്ടനെ പറ്റിച്ചു. മനോജേട്ടനെ അഭിനയിച്ച അതാളെങ്ങനെ കൺഗ്രാസ് എന്ന് വെച്ചാൽ ഏറ്റവും ശ്രദ്ധിച്ചാൽ അതിലും മുന്നേ ആനന്ദ് സിനിമയിലെ ഷൂട്ട് നടക്കുമ്പോ അതില് മനോജേട്ടനാണല്ലോ ഈ മരിച്ച പെൺകുട്ടി അച്ഛനായിട്ടുള്ള ഈ ആട്. അപ്പൊ മനോജേട്ടൻ ഈ കഥ അറിയില്ല. ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ് ഒരു സിംഗർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ആരവസാനം കൊല്ലുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ സസ്പെൻസാ, നിങ്ങളാണ് കൊല്ലുന്നത്, നിങ്ങളുടെ സ്വന്തം മകളല്ലേ ഇത്. അത് പറയും എനിക്ക് തോന്നി എന്നെ ചില സീനിലൊക്കെ വെച്ചപ്പോ അതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ പുള്ളി വിശ്വസിച്ചെടുത്ത് കുറെ നാള്. ലാസ്റ്റ് എൻ്റെ അടുത്ത് പാക്കപ്പ് വെച്ചിരിക്കും മറ്റേ സീൻ ഷൂട്ട് ചെയ്തില്ലേ അവർ എന്താ ഏട്ടാ ഒരു കൊല്ലുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നില്ലേ. ഇല്ല ഏട്ടാ എന്താ പറയുക ഇതില് മനോടനെ പറഞ്ഞു അവസാനം നിങ്ങളുടെ നേരത്തെ സുമതി കയറുന്നുണ്ട്. അങ്ങനെയൊക്കെ പെർഫോം ചെയ്യണോ ആ സാധനം കൊണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാം, ഇവർക്കൊക്കെ അറിയാം എന്താണ്. എനിക്കറിയില്ല കേട്ടോ, ഡയറക്ട് ചെയ്ത ആൾക്കറിയില്ല കേട്ടോ, ഡയറക്ഷൻ അറിയില്ല. ഈ നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലേ മനോജേട്ടൻ അഭിനയിച്ച ഒരു സീൻ കാണിച്ചല്ലോ. എന്താണേലും ഒരു കാര്യം ഉറപ്പാ, സുമതി വളവ് എന്നാണ് പടത്തിന്റെ പേര്. അപ്പൊ എന്താണേലും പടത്തിൽ സുമതിയെ കാണിക്കാതിരിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും കാണിക്കണം. അപ്പൊ ഇതിനകത്ത് സുമതി വരുന്നുണ്ട്, അത് എങ്ങനെ വരുന്നെന്നുള്ളത് 1-ാം തീയതി. ഏത് രീതിയിലാണ് സുമതി അതാണ് സുമതി പടത്തിൽ സുമതി ഉണ്ട്. തിയേറ്ററിൽ പോയി തന്നെ എങ്ങനെയാണ് സുമതി വരുന്നെന്നുള്ളത് അത് തിയേറ്ററിൽ തുടക്കം തൊട്ട് ഓരോ സിനിമകളും അതെ, ഫ്രം ദി സ്റ്റാർട്ടിംഗ് ടു ദി എൻഡ് സുമതി ഇസ് ദേർ. UK is here. ഓരോ സിനിമ മറ്റൊരു സിനിമയിലേക്ക് നമ്മൾ പോവുകയാണ്. എല്ലാവരും അങ്ങനെ മാറിപ്പോവാണ്. സുമതി വളവിലേക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു. തയ്യാറെടുപ്പ് എന്താന്ന് വെച്ചാല് ഇവര് ആ ക്യാരക്ടറിനെ എങ്ങനെ കൺവേ ചെയ്ത് എന്നുള്ള രീതി ഒരു 3-4 ദിവസം കൊണ്ട് മനസ്സിലാക്കിയെടുത്ത് അതേ രീതിക്ക് ചെയ്യാന്നുള്ളൊരു പരിപാടി. അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത പടം ഒരു പാലക്കാട് സ്ലാങ്ങുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആ ക്യാരക്ടറിൽ ലോക്കായിരുന്നു ഒരു 2 മാസം പരിപാടിയിൽ. അത് കഴിഞ്ഞ് വന്നപ്പോ പറഞ്ഞ് ഷട്ടിൽ പറ്റില്ല, ഓണാവണം, ഹൈപ്പർ ആവണം, അങ്ങനത്തെ തെറുപ്പും പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു മച്ചാനാണ്. കെയർലെസ് ആണ്, കാസ്റ്റഡിൽ വന്ന് വെറുതെ പരിപാടിയൊക്കെ പിടിച്ച് ജില്ലയിൽ നടക്കുന്ന ഒരു മച്ചാൻ. അപ്പൊ അത് എനിക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കും, ഓരോരോ ആർട്ടിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു പടത്തിന്റെ റെഫറൻസ് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ പഴയ മുകേഷ് ചിത്രങ്ങൾ റെഫറൻസ് ആയിട്ട് അച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു 90s ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഗോഡ് ഫാദറിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മുകേഷ് ഏട്ടൻ്റെ ഒരു ചാമുണ്ടല്ലോ. അപ്പൊ അതുപോലത്തെ കുറച്ചുകൂടി ഒന്ന് എക്സെൻട്രിക് ആയിട്ട് ഒന്ന് പൊളിയായിട്ടും വേണം. എന്നാൽ പേടിച്ചു പറഞ്ഞല്ല ബാക്കി എല്ലാ കേസും പിടിക്കുന്നുള്ള ആളാണ്. എല്ലാ വള്ളികെട്ടും പിടിക്കും. പക്ഷെ 7 മണി കഴിഞ്ഞാൽ ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പേടിയാണ്. ട്രെയിലറിലോ ഡയലോഗ് ഉണ്ടെന്ന് നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മറ്റേ ഇവനെ ഏത് യക്ഷി പിടിക്കാൻ 7 മണിക്ക് കഥോടൊക്കെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.